ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്താണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്? അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സ്ക്രീനിൽ കാണുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് തീർന്ന ഉടനെ നോട്ട്സ് നിങ്ങൾക്ക് ഇട്ടു തരുന്നുണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഇവിടെ തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ആ നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന 90% ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നു. കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നോട്ട് ബ്രീഫായിട്ട് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഒരു വരിയിലെ ഒരു വാക്കെടുത്ത് വേണമെങ്കിലും അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് കാണാൻ കഴിയുന്നുണ്ടോ? കമ്പ്യൂട്ടർ ഉള്ളവർക്ക് കാണാൻ കഴിയുന്നുണ്ട്, മൊബൈൽ ഉള്ളവർക്കും കാണാം. പക്ഷെ ഈ നോട്ട്സില് പ്രധാനമായിട്ട് നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 അത് നോട്ട് ചെയ്തോളണം. പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നതാണ്. കറൻസി is the most important means of payment in India. It is supplemented by the checks and drafts for payment of commercial transactions. Various instruments like check, payment order, payment to par checks are used to cater specific payment needs. അപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെക്സ്. അതില് സെക്ഷൻ 31 സബ്സെക്ഷൻ 1 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില് ഡിഫൈൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. Negotiable instrument means a promissory note, bill of exchange, or check payable either to order or to bearer. ഇതിലെ ഒരു വരി ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യമായി വരാം. സെക്ഷൻ 13 subsection 1 NI Act defines negotiable instrument means a promissory note, bill of exchange, or check payable either to order or to bearer. Section 4 ഡിഫൈൻ ചെയ്യുന്നുണ്ട് പ്രോമിസറി നോട്ടിനെ കുറിച്ച്. പ്രോമിസറി നോട്ട് is an instrument in writing containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇത് വ്യക്തമായി നോക്കിക്കൊള്ളണം. ഇതിൽ ഓരോ വരിയും ചോദ്യങ്ങളായിട്ട് വരാം. അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. Negotiable Instrument Act, the promissory note defines in Negotiable Instrument Act as per section dash എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പ്രോമിസറി നോട്ടില് 4ാമത്തെ സെക്ഷനാണ് പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. അവിടെയും ചോദ്യങ്ങൾ ഉണ്ടാവാം. ആ ചോദ്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തെടുത്തോളണം. ചെക്കിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 6ലാണ്. സെക്ഷൻ 6ലാണ് ചെക്കിനെ കുറിച്ച് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില്. A check is a bill of exchange drawn upon a specified banker and payable on demand. ഇവിടെ ഓരോ വരിയും തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന ഓരോ വരിയും ചോദ്യങ്ങളായി വരാം. ട്രാവലേഴ്സ് ചെക്ക് ആർ കോസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നതാണ്. ഡ്രാഫ്റ്റ് ഈസ് എ ഡാഷ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അവിടെ കോസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഡ്രാഫ്റ്റ് ട്രാവലേഴ്സ് ചെക്ക് ആർ കോസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അടുത്തത് സെക്ഷൻ 10 ആണ്. പ്രധാനപ്പെട്ട സെക്ഷൻ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. സെക്ഷൻ 10 പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. That means payment accordance with the apparent tenor of the instrument in good faith and without negligence to any person in possession thereof is a payment in due course. അതും ശ്രദ്ധിച്ചോളണം. സെക്ഷൻ 10ലാണ് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പേയ്മെന്റ് ഇൻ
payment in due course is explained in that section. Orbicholam, section 10. Another section 15, endorsement na kurichana. When the maker or holder of an instrument signs the same or to the purpose of negotiation on the back or the face thereof, or on the slip of paper annexed thereto called endorsement. The person who endorses the instrument is called endorser. To whom the instrument is endorsed called endorsee. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. The person who endorses the instrument is called dash. 3 ചോദ്യം. Endorser, endorsee, payee. 3 ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും the endorser. സെക്ഷൻ 15 ആണ് എൻഡോഴ്സ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അതില് ഓരോ വരിയും ചോദ്യങ്ങളാൽ ചോദിക്കാം. Section 16, endorsement in blank and in full. If the endorser signs his name only, the endorsement is said to be in blank. Avade endorser signs his name only, the endorsement is said to be in blank. If the endorser adds a direction to pay the amount mentioned in the instrument to the order of a specified person, the endorsement is said to be in full. ഇത് രണ്ടും ഓർമ്മിച്ചോളണം. എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക്, എൻഡോഴ്സ്മെന്റ് ഇൻ ഫുൾ. പേര് മാത്രം രേഖപ്പെടുത്തുന്നതിന് എൻഡോഴ്സ്മെന്റ് ഇൻ ബ്ലാങ്ക് എന്നും, അതിലെ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതിന് എൻഡോഴ്സ്മെന്റ് ടു ബി ഇൻ ഫുൾ എന്നും പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ. അപ്പോ ഇനി സെക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നേരം പറഞ്ഞ ഒരു 4-5 സെക്ഷനാണ്. എത്ര ചോദ്യമാണ് അതിൽ നിന്ന് വരാവുന്നത്? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണുന്നത്. അടുത്തത് section 18. If the amount undertaken to order to pay is stated differently in figures and words, the amount is stated in words shall be amount undertaken or to order to be paid. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ചെക്കില് എമൗണ്ടും ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതിയിരിക്കുന്ന ഡിഫറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ വേർഡ്സിൽ എഴുതിയിരിക്കുന്ന തുകയാണ് കൊടുക്കേണ്ടത്. അത് സെക്ഷൻ 18 പറയുന്നത്. ചോദ്യം തിരിച്ചും മറിച്ചും ചോദിക്കാം. സെക്ഷൻ 18. സെക്ഷൻ 50 റെഫർ ചെയ്യുന്നത് എഫക്ട് ഓഫ് എൻഡോഴ്സ്മെന്റിനെ കുറിച്ചാണ്. എൻഡോഴ്സ്മെന്റ് ദാറ്റ് സെക്ഷൻ ഇൻവോൾവ്സ് ദാഷ് the effect of endorsement, അല്ലെങ്കിൽ the effect of endorsement mentioned in the that section of the Negotiable Instrument Act. അടുത്തത് സെക്ഷൻ 54 ആണ്. ഇൻസ്ട്രുമെന്റ് endorsed in blank. A negotiable instrument endorsed in blank is payable to the bearer thereof, even though originally payable to order. അതിലെയും ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാം. അടുത്തത് സെക്ഷൻ 73 ആണ്. പേയ്മെന്റ് ഓഫ് ചെക്ക് ഇൻ ചാർജ് ഓഫ് എനി പേഴ്സൺ. ദാറ്റ് സെക്ഷൻ ഇൻവോൾവ്സ് പേയ്മെന്റ് ഓഫ് ചെക്ക് ടു ചാർജ് എനി അതർ പേഴ്സൺ. സെക്ഷൻ 85, ചെക്ക് പേയബിൾ ടു ഓർഡർ. സെക്ഷൻ 123, അതായത് നമുക്ക് നമ്മുടെ ബാങ്കിങ്ങിന് ആവശ്യമായ സെക്ഷനുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാ സെക്ഷനും കൂടെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ട് റിസർവ് ബാങ്കിന്റെ മറ്റ് നോട്ട്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചെക്കിനെ കുറിച്ചും പ്രോമിസറി നോട്ടിനെ കുറിച്ചും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സെക്ഷൻസ് പ്രത്യേകമായി എടുത്ത് കാണിക്കുന്നത്. അടുത്തത് ക്രോസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 85, ചെക്സ് പേയബിൾ ടു ഓർഡർ. സെക്ഷൻ 123, ചെക്സ് ക്രോസ്ഡ് ജനറലി. Where a check bears across its face an addition to the words and the company or any abbreviation thereof,
between two parallel transverse lines, either with or without words not negotiable, the check is said to be crossed generally. അവിടെ ഓരോ വരിയും ബ്ലാങ്കിന് ഫില്ലിംഗ് ബ്ലാങ്കിന് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് നോക്കിക്കൊള്ളണം. where the check bears across its face an addition in words and the company to any abbreviation thereof between two parallel transverse lines, either with or without the words not negotiable. നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതുകയോ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതാതെ രണ്ട് പാരലൽ ലൈൻ വെച്ചിട്ട് അതിനകത്ത് ആൻഡ് കമ്പനി എന്ന് എഴുതുകയോ ചെയ്താൽ ദ ചെക്ക് ഈസ് സെറ്റ് ടു ബി ക്രോസ്ഡ് ജനറലി. ജനറലായി ക്രോസ് ചെയ്ത ചെക്ക് എന്ന് പറയപ്പെടും. സ്പെഷ്യലായി ക്രോസ് ചെയ്ത ചെക്ക് എന്താണെന്ന് ചോദിച്ചാല് വേറെ ചെക്ക് ബേഴ്സ് അക്രോസ് ഇറ്റ്സ് ഫേസ് ഇൻ അഡീഷൻ ടു നെയിം ഓഫ് എ ബാങ്കർ. ഒരു ബാങ്കിന്റെ പേരും കൂടി പറയും. ആൻഡ് കമ്പനി അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാക്കുകൾ എഴുതിയിട്ട് അതിന്റെ കൂടെ ബാങ്കിന്റെ പേരും കൂടെ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെക്കിനെ പറയുന്ന പേരാണ് ഷാൾ ബി ഡീംഡ് ടു ക്രോസിംഗ് ആൻഡ് ചെക്ക് ഷാൾ ബി ഡീംഡ് ടു ബി ക്രോസ്ഡ് സ്പെഷ്യലി. അപ്പോൾ സ്പെഷ്യൽ ക്രോസിംഗും ജനറൽ ക്രോസിംഗും എന്താണെന്ന് മനസ്സിലായല്ലോ. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാല് ഒരു ചെക്കിന്റെ മുകളിൽ രണ്ട് പാരലൽ ലൈൻ വരച്ചിട്ട് അതിൽ ആൻഡ് കമ്പനി എന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നോ അല്ലെങ്കിൽ രണ്ട് പാരലൽ ലൈൻ മാത്രം വരയ്ക്കുകയോ ചെയ്താൽ ആ ചെക്കിനെ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നു. ഒരു ചെക്കിന്റെ ഫേസില് രണ്ട് പാരലൽ ലൈൻ വരച്ചിട്ട് അതില് ആൻഡ് കമ്പനി എന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നോ ബാങ്കിന്റെ പേരോ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെക്കിനെ സ്പെഷ്യലി. എന്നാൽ ആ ചെക്ക് എല്ലാ ബാങ്ക് വഴിയും മാറാൻ പറ്റില്ല. അതിൽ പറഞ്ഞേക്കുന്ന ബാങ്കുകളിലൂടെ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റൂ. അതാണ് ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യലി എന്ന് പറയുന്നത്. അടുത്തത് ചെക്ക് ക്രോസിംഗ്. സെക്ഷൻ 125 ക്രോസിംഗ് ആഫ്റ്റർ ഇഷ്യൂ. കൊടുത്ത ശേഷം ക്രോസ് ചെയ്യുന്നതിനെയാണ് ക്രോസിംഗ് ആഫ്റ്റർ ഇഷ്യൂ എന്ന് പറയുന്നത്. അത് ബാങ്കുകാർ ചെയ്യുന്ന നടപടിയാണ്. അതുകൊണ്ടാണ് അതാണ് പറയുന്നത്. സെക്ഷൻ 125 ഡിഫൈൻസ് ക്രോസിംഗ് ആഫ്റ്റർ ഇഷ്യൂ. Section 126, where a check crossed generally, the banker on whom it is drawn shall not pay it otherwise than to a banker. അതായത് ജനറലി ക്രോസ് ചെയ്ത ഒരു ചെക്ക് മറ്റേ ബാങ്കുകൾ വഴി മാറുന്നതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പക്ഷേ അവിടെ സ്പെഷ്യൽ ക്രോസിങ്ങിനെ കുറിച്ചും കൂടെ ചേർന്നുകൊണ്ടാണ് പറയുന്നത്. ജനറലായി ക്രോസ് ചെയ്ത ചെക്കുകൾക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. വേറെ ചെക്ക് ഈസ് ക്രോസ് ജനറലി, ദ ബാങ്കർ ഓൺ ഹൂം it is drawn shall not pay it otherwise than to a banker. ഒരു ബാങ്കിലൂടെ മാത്രമേ ആ ചെക്കുകളെ ഡ്രോ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ ആ പേര് പറഞ്ഞേക്കുന്ന ബാങ്കിലൂടെയും, ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിലൂടെ മാത്രമേ ആ ചെക്കുകൾ പേയ്മെന്റ് ചെയ്യൂ എന്നുള്ളതാണ് ആ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥം. ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. Negotiable instrument is in writing. Instrument must be containing an unconditional order or promise. അവിടെ ചോദിക്കും ബ്ലാങ്ക്. Instrument must be, negotiable instrument must be containing an unconditional or dash. The promise must relate to pay a certain sum of money. അടുത്തത് സാൻ റീകോഴ്സ് എൻഡോഴ്സ്മെന്റ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. It can endorser negotiable instrument may by express the words in the endorsement exclude his own liability called sans recourse endorsement. അതിൽ ഓരോ വരിയും ചോദിക്കും. If the endorser negotiable instrument may by express words in the endorsement, endorsement ചെയ്യുമ്പോൾ ഒരു വാക്കുകൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ excludes his own liability, അയാളുടെ ലയബിലിറ്റി ഒഴിച്ചുകൊണ്ടാണെങ്കിൽ കാൾഡ് സാൻ റീകോഴ്സ് എൻഡോഴ്സ്മെന്റ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോളണം, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 50ഓളം ക്വസ്റ്റ്യൻസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന് മാത്രം ഞാൻ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. നോക്കിക്കൊള്ളുക. The negotiable instrument was passed in 1881. And document containing a promise to pay the bearer is void. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്.
A document containing a promise to pay the bearer is valid or void or voidable. അവിടെ void ആണ്. The negotiable instrument which can originally made payable to bearer on demand is called check. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ്, ഇത് നിങ്ങൾക്ക് ഷെയറിങ് കാണാൻ കഴിയുന്നുണ്ടോ? ലൈറ്റിങ്ങിന്റെ കുഴപ്പമില്ലല്ലോ? ഇല്ല സാറേ, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഷെയർ സർട്ടിഫിക്കറ്റ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, മണി ഓർഡർ ആർ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നോക്കിക്കോളണം. ഷെയർ സർട്ടിഫിക്കറ്റ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, മണി ഓർഡർ ആർ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അടുത്തത് 5. ഓഫ് ഷോർ ബാങ്കിങ് ഈസ് റിലേറ്റഡ് ടു ദ ഇന്റർനാഷണൽ ബാങ്കിങ്. ഇന്റർനാഷണൽ ബാങ്കിങ് ഈസ് അനദർ കാൾഡ് ഡാഷ്. ഓഫ് ഷോർ ബാങ്കിങ്. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിൽ ഓർമ്മ വരണം. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ. ജഡ്ജ്മെന്റ് ക്രെഡിറ്റർക്ക് കിട്ടുന്ന ഒരു ഓർഡറിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. A negotiable instrument on which the last endorsement, the endorsement in blank is called bearer instrument. അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. The act which provides that the bank need to produce the original books of an account as evidence in the case of in which the banker is not a party. So, the act which provides that the bank need not produce the original books of accounts as evidence in the cases in which the banker is not a party. അവിടെ ബാങ്കർ ബുക്ക് എവിഡൻസ് ആക്ട് 1891 അവിടെ ചോദ്യങ്ങൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഇത് ക്വസ്റ്റ്യൻ കയറ്റിയത്. 9. ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് express the words prohibiting negotiability are valid negotiable instrument. The provisions of the Negotiable Instrument Act do not apply the quasi-negotiable instrument. ഏതൊക്കെയാണ് ഈ quasi-negotiable instrument? ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞ ആരെങ്കിലും പറയൂ, ഏതാണ് ഈ quasi-negotiable instrument? മറന്നുപോയോ? quasi-negotiable instrument ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാ? മറന്നുപോയോ? പെട്ടെന്ന് മറന്നുപോയോ? കോസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എടുത്ത് ചോദിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്തത്. ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക്, അത് നോട്ട് ചെയ്തോളണം. ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക് ആർ ദ കോസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ എടുത്ത് വീണ്ടും കൊണ്ടുവന്ന് കാണിച്ചത്. അടുത്തത്, document contain express words prohibiting negotiability or while the provisions of in the act do not apply the quasi-negotiable instrument. Railway receipt is a quasi-negotiable instrument. Doc warrant is a quasi-negotiable instrument. ചോദിച്ചിട്ടുണ്ട്. Name of the banker essential for a special crossing. ഒരു സ്പെഷ്യൽ ക്രോസ് ചെയ്യുമ്പോ ബാങ്കറുടെ പേര് വ്യക്തമായിരിക്കണം. In the case of special crossing, the name of the dash is essential. അവിടെ ചോദിച്ചാൽ നമുക്ക് അത് വ്യക്തമായി പറയണം. പോസ്റ്റൽ ഓർഡർ ആർ നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. പോസ്റ്റൽ ഓർഡർ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. In case of a promissory note, pay must be certain. Days of grace means 3 additional days from the date of a bill. Date of grace ഓർമ്മിച്ചോളണം. Dash means 3 additional days from the date of a bill. അവിടെ days of grace. Who will get a better title in case of an endorsed bill? Bona fide transfers. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തില്, അതായത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ടെസ്റ്റിലും അതേപോലെ തന്നെ ജൂനിയർ ക്ലർക്കിന്റെ ടെസ്റ്റിലും, ഇപ്പോ ജൂനിയർ ക്ലർക്കിന്റെ പരീക്ഷാ ബോർഡിന്റെ ടെസ്റ്റിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത്
who will get a better title in case of an endorsed bill, bona fide transfers. A bill of exchange drawn and accepted without a trade transaction called accommodation bill. പ്രധാനപ്പെട്ട ചോദ്യം. A bill of exchange drawn and accepted without trade transaction. ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ അല്ലാതെ കൊടുക്കുന്ന ഇതിനെയാണ് അക്കോമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. Negotiable instrument payable to order can be transferred from one person to another by endorsement and delivery. The right of ownership a negotiable instrument can be passed by mere delivery. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. Under Indian Stamps Act, no stamps duty is prescribed the checks. ഒരു ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെക്കിൽ ഒപ്പിടുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമല്ല. Person who makes the bill is called drawer, and who accepted the bill is called drawee, and who received the amount, the bill is called payee. ഇത് മൂന്നും ആ ബ്ലാങ്ക് ഇട്ടേക്കുന്നതിൽ ചോദ്യങ്ങൾ വരാം. Who makes the bill is called a drawer, accepted the bill is called a drawee, receives the amount is called payee. പണം കിട്ടുന്ന ആളിനെ പേയി എന്നും ബില്ല് എഴുതുന്ന ആളിനെ ഡ്രോയർ എന്നും ആർക്കാണോ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ ഡ്രായി എന്നും പറയുന്നു. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസാണ് ഇത്, ഓർമ്മിച്ചോളണം. The liability of a maker of a promissory note is primary. The liability of a maker അരുൺ പറഞ്ഞു സാറേ. റെക്കോർഡ് നടക്കുന്നുണ്ടോ? ഉണ്ട്. Okay, thank you. The liability of a maker of promissory note is primary. The relationship between the drawer and drawee is not that of a creditor and debtor in the case of accommodation bill. ഓർമ്മിച്ചോളുക. The relationship between the drawer and drawee is not that the creditor and debtor in the case of accommodation bill. ചോദിച്ചിട്ടുള്ളതാണ്. അതിലെ 4 എണ്ണവും 4 ബ്ലാങ്ക് ആയിട്ട് വരാം. Negotiable bill which always drawn on a bank check. Which always drawn on a bank is check. The bill on which the no other documents are attached is known as clean bills. An incomplete bank negotiable instrument is properly stamped and signed are known as the incomplete bank negotiable instrument properly stamped and signed are known as inchoate instruments. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടത്. A complete bank negotiable instrument properly stamped and signed are known as inchoate instruments. The period of check is 3 months. An order by one bank and on another bank instructing to a party the specified sum of money is bank draft. ചോദിച്ചിട്ടുള്ളതാണ്. An order by one bank on another bank instructing to pay a specified sum of money is bank draft. ഒരു ബാങ്കിനോട് ഒരു നിശ്ചിത തുക കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക് ഡ്രാഫ്റ്റ് എന്താണ്? ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പോയോ? മനസ്സിൽ നിന്ന് പോയോ? ബാങ്ക് ഡ്രാഫ്റ്റ് എന്തുവാ? ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനോട് ആവശ്യപ്പെടുന്നതാണ്. ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനോട് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് ബാങ്ക് ഡ്രാഫ്റ്റ്? ക്വാസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഓക്കെ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും. അതുകൊണ്ട് ആരെങ്കിലും ഒരാളൊന്ന് ചാർജ് കൊടുത്താൽ അത് എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ മനസ്സിലാവും. If the date of maturity of a bill of exchange or pro note fall on Sunday, it shall be deemed to be due on preceding Saturday. ചോദ്യം വന്നിട്ടുള്ളതാണ്.
ഒരു ഞായറാഴ്ചയാണ് പ്രോനോട്ടിന്റെ ബില്ലഫസ്റ്റിന്റെയും പ്രോനോട്ടിന്റെയും ഡേറ്റ് വരുന്നത് എങ്കിൽ ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ബി ഡ്യൂ ഓൺ പ്രിസീഡിംഗ് സാറ്റർഡേ. തൊട്ട് തലേ ദിവസത്തെ ശനിയാഴ്ച അത് ഡ്യൂ ഡേറ്റ് ആയി പരിഗണിക്കപ്പെടും. അത് വ്യക്തമായി നോക്കിക്കൊള്ളണം. The duplicate of hundi when the original is lost called peth. ഒന്നുകൂടെ, the duplicate of hundi when the original is lost called peth. A payment before maturity of negotiable instrument is not a payment in due course. ഒന്നുകൂടെ, the payment of before maturity of negotiable instrument is not a payment in due course. അത് യഥാസമയത്ത് കൊടുത്തിട്ടുള്ളതല്ല. നേരത്തെ ചെക്കിന് ഡേറ്റിന് മുമ്പേ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശേഷമേ പൈസ കൊടുക്കാവൂ. അതിന് മുമ്പ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്കിനെ പേയ്മെന്റ് ഡ്യൂ കോഴ്സ് എന്ന് പറയില്ല. The liability of endorser of negotiable instrument is primary. Notice is honor to the drawer is not required in the case of accommodation bill. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. Notice is honor to the drawer is not required in case of accommodation bill. Crossing of check with the words and the company or not negotiable is called general crossing. സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ ബാങ്കിന്റെ പേരും കൂടി വരും. ജനറൽ ക്രോസിംഗ് ആണെങ്കിൽ രണ്ട് പാരലൽ ലൈൻ വരയ്ക്കുകയോ ആൻഡ് കമ്പനി എന്ന് എഴുതുകയോ നോട്ട് നെഗോഷ്യബിൾ എഴുതുകയോ ചെയ്താൽ അതിനെ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നു. ഇതാണ്, ഇത്രയുമാണ് അതിലുള്ള പ്രധാന ചോദ്യങ്ങൾ. 35 ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാം. ഈ ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നല്ലപോലെ വായിച്ചോളുക. അടുത്തത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. The Banking Regulation Act 1949. Before passing the Banking Companies Act, the Banks of India regulated and controlled by the Indian Companies Act 1913. Banking Regulation Act വരുന്നതിന് മുമ്പ് 49 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വരുന്നതിന് മുമ്പ് ഇന്ത്യയില് നിലവിലിരുന്ന ഒരു കൺട്രോൾഡ് ബൈ ദ ആക്ട് ആണ് ഏത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913. നോട്ട് ചെയ്തോളണം. ഈ രണ്ടും വരും. ദ ഫസ്റ്റ് ബാങ്കിങ് ലെജിസ്ലേഷൻ ഓൺ ദ ഫ്രീ ഇന്ത്യ, ഫ്രീ ഇൻ കേസ് എന്നാ കിടക്കുന്നത്, ആ ഫ്രീ ഇന്ത്യ നായിക്കൊള്ളണം. ടൈപ്പിൽ വന്ന എററാണ്, അത് കറക്റ്റ് ചെയ്തപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ വന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 അത് നിങ്ങൾ പ്രിന്റ് എടുക്കുമ്പോൾ ആ ഫ്രീ ഇന്ത്യ എന്നാക്കിക്കൊള്ളണം. Banking Companies Act 1947. The first banking legislation in the free India is dash. Banking Companies Act 1949. Come into force 6/3/1949. The act was renamed as Banking Regulation Act, BR Act. Banking Companies Act, Indian Companies Act 1913. അത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയി 1949. 1949 അത് 1906/3/49. പിന്നെ അതിനുശേഷം അതിനെ റീനെയിം ചെയ്തു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ദ ഇൻക്ലൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക്സ് അണ്ടർ ദ പർവ്യൂ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കെയിം ഇൻ ഫോഴ്സ് 1/3/1966. ചോദ്യം: ഇന്ത്യയിലെ സഹകരണ ബാങ്കുകളെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്ന വർഷം 1966. ഹൈലൈറ്റ് ചെയ്തോളണം, നല്ലപോലെ നോക്കിക്കോളണം. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള അണ്ടർ ദ പർവ്യൂ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള അണ്ടർ ദ പർവ്യൂ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അവിടെ ഏത് ചോദ്യവും ഉണ്ടാവാം. വിച്ച് സെക്ഷൻ ഓഫ് ദി BR ആക്ട് ഡിഫൈൻസ് എ കോപ്പറേറ്റീവ് ബാങ്ക്സ്? കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഡിഫൈൻ ചെയ്യുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷനാണ് സെക്ഷൻ 5 CCI ഓഫ് BR ആക്ട്. നോട്ട് ചെയ്തോളണം, ഹൈലൈറ്റ് ചെയ്തോളണം. അടുത്തത് ദ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ. സെക്ഷൻ 3
Section 3 of the Banking Regulation Act applicable to the Apex Cooperative Banks, Industrial Cooperative Banks, Urban Cooperative Banks, Employees Cooperative Banks, whose paid up share capital and reserves are rupees 1 lakh or more. 1 ലക്ഷമോ അതിന് മുകളിലോ റിസർവ്സും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുമുള്ള ബാങ്കുകൾക്ക് ഇത് ആക്ട് ബാധകമാണ്. Act will not apply to agricultural credit societies, agricultural banks, and cooperative agriculture and rural development banks. Section 4. A bank is prohibited from doing any business other than the mentioned in section 6, only the banking business. അവിടെ section 4 എന്നുള്ളത് section 6 ആക്കിക്കൊള്ളണമേ. അത് ടൈപ്പിംഗ് എററാണ്. അത് വീണ്ടും അത് അങ്ങനെ തന്നെ വന്നു. Section 7. A cooperative bank shall use part of its name any of the words bank, banker or banking. Section 7-ലാണ് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറഞ്ഞിരിക്കുന്നത് സഹകരണ ബാങ്കുകൾക്ക് ബാങ്ക്, ബാങ്കർ ഓർ ബാങ്കിങ്, അതാണ് ഇപ്പൊ റിസർവ് ബാങ്ക് സഹകരണ ബാങ്കുകൾക്ക് മേലില് ആ സെക്ഷൻ 7-ലുള്ള അമെന്റ്മെന്റ് ആണ് കുഴപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സെക്ഷൻ 8. ആരാ ഓഡിയോ ഓൺ ചെയ്തേക്കുന്നു? ഓഫ് ചെയ്യൂ. ഓക്കെ. ബാങ്ക് പ്രൊഹിബിറ്റഡ് ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. സെക്ഷൻ 8-ലാണ് ട്രേഡിംഗ് ആക്ടിവിറ്റി പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് ഉറപ്പിച്ചിരുന്ന ബാങ്കുകൾക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റി പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8 ചോദിച്ചിട്ടുണ്ട്. No cooperative banks should buy and sell goods or property. This provision is protecting for the interest of the depositors. അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് should buy or sell goods or property. This prohibition is protecting for the interest of the depositors. അതുകൊണ്ടാണ് കേരള ബാങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കുകളിലും മറ്റ് അർബൻ ബാങ്കുകളിലും ഈ വളം വ്യാപാരവും നിധി സ്റ്റോറും മെഡിക്കൽസ് ഒന്നും നടത്താത്തതിന്റെ കാരണം സെക്ഷൻ 8 ആണത് പറയുന്നത്. അത് വേറെ രീതിയിൽ ചോദിക്കാം. ചോദ്യം ചോദിക്കുന്ന ആളിന്റെ മനോനില അനുസരിച്ച് ഈ ചോദ്യങ്ങളിൽ മാറ്റം വരാം. അടുത്തത് സെക്ഷൻ 9. The disposal of non-banking assets. Any immovable property acquired in the satisfaction of debt should be disposed of within a period of 7 years from the date of acquisition. Disposal of non-banking asset. Any immovable property acquired in the satisfaction of a debt should be disposed of within the period of 7 years. എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ഒരു ലോണിൽ നിന്ന് ജപ്തി ചെയ്ത് വെച്ചേക്കുന്ന വസ്തു 7 വർഷത്തിനകത്ത് വെച്ച് എന്ത് ചെയ്യണം? ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ, കൈയുടെ പീരീഡിനകത്ത് വെച്ച് എന്ത് ചെയ്തിരിക്കണം? അത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ വിറ്റിരിക്കണം, വെച്ചോണ്ടിരിക്കരുത് എന്നർത്ഥം. അതാണ് 7 years. നോട്ട് ചെയ്യണം. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ടെസ്റ്റ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 11. The minimum amount to be maintained. അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട്. No cooperative bank shall commence or carry on business of banking in India unless the aggregate value of its paid up share capital and reserves is not less than rupees 1 lakh. The minimum amount to be maintained. ഓർമ്മിച്ചോളൂ. അത് പേപ്പർ വരുമ്പോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. 11 ആ മിനിമം ഒന്ന് കഴിഞ്ഞിട്ട് എമൗണ്ട്. സെക്ഷൻ 18. മെയിൻ്റെനൻസ് ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ, CRR. അവിടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. CRR
Every cooperative bank is required to maintain a reserve not less than the 3% of the time and demand liabilities DTL and kept in the current account opened in RBI before 15th every month, showing the position. Cash reserve ratio or every cooperative banks എന്ന് പറഞ്ഞാല് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ലെസ് ദാൻ the 3% of the time and demand liabilities. ഇവിടെ DTL എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് ടൈം ലയബിലിറ്റി. അവിടെ DTL എന്ന് ചിലപ്പോൾ തന്നേക്കും ഡിമാൻഡ് ടൈം ലയബിലിറ്റി എന്ന് പറയൂല. അവിടെ നിങ്ങളത് കണ്ടെത്തിക്കൊള്ളണം എന്താണ് DTL എന്ന്. RBI ബിഫോർ 15th of every month ഷോയിങ് ദി പൊസിഷൻ. അവിടെ 15th പ്രാധാന്യമുള്ളതാണ്. അവിടെ നോട്ട് ലെസ് ദാൻ 3% അതും നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അടുത്തത് സെക്ഷൻ 24 മെയിൻ്റനൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ SLR. എന്താണ് CRR and SLR? Every cooperative bank required to maintain statutory liquid reserve not less than 25% of time and demand liabilities DTL. അവിടെ ചോദിക്കുക, അവിടെ SLRന്റെ പെർസെൻറ്റേജ് 25, CRRന്റെ 3%. വളരെ ഓർമ്മിച്ചോളണം, രണ്ടും DTL ആണ്, ഡിമാൻഡ് ടൈം ലയബിലിറ്റി ആണ്. സെക്ഷൻ 20 restriction on loans and advances. No cooperative banks shall make loans and advances on the security on its own shares, grant unsecured loans and advances to any of its directors or to any firm. ഡയറക്ടേഴ്സിനോ മറ്റു സ്ഥാപനങ്ങൾക്കോ എന്ത് കൊടുക്കാൻ പാടില്ല എന്ന്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാൻ പാടില്ല. ഓൺ ഇറ്റ്സ് ഓൺ ഷെയർസ്, ഗ്രാൻഡ്, അൺസെക്യൂർഡ് ലോൺസ്. ഷെയറിൽ നിന്നും ഗ്രാൻഡിൽ നിന്നും എന്ത് കൊടുക്കാൻ പാടില്ല എന്ന്? ഡയറക്ടേഴ്സിനും ഫേമിനും ലോണായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 20 നോട്ട് ചെയ്തോളണം. സെക്ഷൻ 21 RBI's power to control the advances made by the cooperative banks. Section 21 RBI's power. That section of Banking Regulation Act involves the RBI's power to control the advances made by the cooperative banks. Section 22 licensing of banking. All cooperative societies doing banking business in India will have to hold a license issued by RBI. Section 23 restriction on opening new business or transfer of existing places of business without the prior permission of the RBI. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 26 പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബ്രാഞ്ചുകൾ തുടങ്ങണമെങ്കിൽ ആരുടെ അനുവാദം വേണം? റിസർവ് ബാങ്കിന്റെ അനുമതി ആവശ്യമാണ്. ന്യൂ ബിസിനസ് ഓർ ട്രാൻസ്ഫർ ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേസ് ഓഫ് ബിസിനസ്, പുതിയ ബിസിനസ് തുടങ്ങുന്നതിനോ സ്ഥലം മാറ്റുന്നതിനോ. Section 26 every cooperative bank shall within 30 days after the close of each calendar year submit a return will in the form of RBI of all accounts in India which have not been operated upon 10 years. ചോദ്യമാണ്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. every cooperative bank shall within 30 days after the close of each calendar year submit a return in full form will to be. അവിടെ ഒരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തുകൊള്ളണം. സെക്ഷൻ 26 ഫോം 8 അവിടെ ഫോം വില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്, ഫോം 8 അവിടെ ടൈപ്പ് ചെയ്തതിൽ വന്ന വ്യത്യാസമാണ്.
അതൊന്ന് നോട്ട് ചെയ്തോളൂ നിങ്ങൾ. സെക്ഷൻ 26 അവിടെ ഫോം 8 അതൊന്ന് നോട്ട് ചെയ്തോളണേ. നോട്ട് വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ളതാ. നോട്ട് ചെയ്യോ? എല്ലാവരും നോട്ട് ചെയ്തായിരുന്നു ആരെങ്കിലും? ഹലോ, ചെയ്തു. നോട്ട് ചെയ്തോളണേ. 10 years. Section 27, monthly returns. Every cooperative banks should prepare monthly returns in the form 9 in the manner showing its assets and liabilities are at the close of business on the last Friday of every month. അവിടെ രണ്ട് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഫ്രൈഡേയും ഫോം നമ്പർ 9 ചോദിച്ചിട്ടുള്ളത്. മന്ത്ലി റിട്ടേൺസ്. Section 29, accounts and the balance sheet. Every cooperative banks are Unnikrishnan mic on ആയി. Mic off you. ഉണ്ണികൃഷ്ണൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ mic off. Okay. Every cooperative bank has to furnish 3 copies of return with accounts and balance sheet under Section 29, together with the auditor's report to RBI and published in a newspaper before 31st December every year. ചോദ്യം വരാം. ആ വരികൾ 2 സ്ഥലത്ത് വരും. അണ്ടർ സെക്ഷൻ 29 31st December of every year. ആ 3 copies ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. Section 35, inspection. RBI has been empowered to inspect any cooperative bank through 1 or more of its officers. Inspection പറയുന്നത് സെക്ഷൻ 35 സെക്ഷൻ 46 പറയുന്നത് പെനാൽറ്റിയെ കുറിച്ചാണ്. Submission of false statement imposed for 3 years and also liable for fine. അവിടെ 2 വരിയും ചോദിക്കാം. If any person, അവിടെ ഇറ്റ് എന്നുള്ളത് ഇഫ് ആക്കിക്കൊള്ളണം. നോട്ട് വരുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊള്ളുക. സെക്ഷൻ 46 ബി. Person fails to produce books of accounts or document has shall to be punishable with fine. If any deposits are received by a cooperative bank on contravention, every director or other officer shall be punishable with a fine which may extend to twice the amount of the deposits so received. If the deposits are received by a cooperative bank on contravention, every director or other officer shall be punishable with a fine which extended to twice the amount deposit so as received. അത് സെക്ഷൻ 46 പറയുന്നത്. അവിടെ ABC, അതിൽ ആ ബിയിലും സിയിലും ഇഫ് എന്നാക്കിക്കോളണം നോട്ട് എടുക്കുമ്പോൾ. നോട്ട് ഞാൻ ഇപ്പൊ ഇടുകയാണ്. സെക്ഷൻ 35A, RBI is empowered to issue directions to cooperative banks in general or to any cooperative banks in particular on any respect of working of such bank. Section 35A. Section 53, power to exempt. The central government may, on the recommendations of the RBI, exempt any banking company or any class of banking companies from any of all provisions of this act. അതായത് പ്രൊവിഷൻസിലെ എല്ലാ ആക്ടിലും എക്സംപ്ഷൻ കൊടുക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. ആ അധികാരം പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 53. നോട്ട് ചെയ്തോളണേ, സെക്ഷൻ 53. അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981. ഇതിലുള്ള ക്വസ്റ്റ്യൻസുകൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ക്വസ്റ്റ്യൻസ് അല്ല, അതിനകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് തന്നെ വരുന്ന ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുത്തോളണം. എന്നാലും ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് തരുമ്പോൾ അതിനകത്തെല്ലാം കീയും ചോദ്യവും തരുമ്പോൾ അതിനകത്ത് ഇതൊക്കെ വരാറുണ്ട്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട്
1981. NABARD Act. NABARD is an apex institution accredited with all matters related to the policy, planning, and operations in the fields of credit for agricultural and other economic activities in the rural areas. NABARD is an apex institution. NABARD is a national level refinancing institution for agriculture and rural development. NABARD is a national level refinancing institution for agriculture and rural development. അവിടെ ഒരു ചോദ്യം വരാം, നബാർഡ് ഡാഷിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ റീഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ചോദിക്കാം. In the year 1979, the RBI appointed a committee under the chairmanship of B. Shivaraman to review arrangements in institutional credit for agriculture and rural development. ക്രാഫി കാർഡ്, അവിടെ അത് ക്രാഫി കാർഡ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. ക്രാഫി കാർഡിന്റെ എക്സ്പ്രഷൻ ചോദിക്കുകയാണെങ്കിൽ അതും കൊടുക്കണം. നബാർഡ് കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യത്തെ കമ്മിറ്റി ആരാണ്? ബി ശിവരാമൻ കമ്മിറ്റി. ചോദ്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ഇംഗ്ലീഷിൽ അറിഞ്ഞുകൂടാമെങ്കിൽ മലയാളത്തിൽ വരും. അതുകൊണ്ടാണ് മലയാളത്തിലൂടെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു പോകുന്നത്. Development Crafty Card, based on the recommendations of the Crafty Card Committee, an act was enacted in the year 1981. On the basis of NABARD was established on the year 12th July 1982 with a capital of 100 crores under section 21 of the NABARD Act. NABARD provides, NABARD provides refinance assistance to state cooperative bank, RBI, or any other class of financial institute approved by the RBI. NABARD provides ST credit for 18 months, MT credit for 7 years, and LT credit for 15 years. Mark ചെയ്തോളേ. NABARD extends the grant assistance to set up PAX Development Cell, PDC. PAX Development Cells, PDC. ഓർമ്മിച്ചോളണം, PAX Development Cell. ഗ്രൂപ്പിലെ നോട്ട്സ് വീണിട്ടുണ്ട്. ST credit for 18 months, MT credit for 7 years, and LT credit for 15 years. NABARD extended grant assistance to set up the PACS, Primary Agricultural Credit Societies, Development Cell, PDC. അവിടെ ആ PDC വളരെ പ്രധാനപ്പെട്ടതാണ്. സാർസഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം, SCC. പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ, PLCP. ചോദ്യം ഈ 3 വരച്ചു വെച്ചോളം. എന്താണ് പാക്സ്, എന്താണ് PDC, എന്താണ് സ്വാർസഗർ ക്രെഡിറ്റ് കാർഡ് സ്കീം, SCC, പൊട്ടൻഷ്യൽ ലിങ്ക്ഡ് ക്രെഡിറ്റ് പ്ലാൻ, PLCP ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ്. അടുത്തത് പ്രധാനപ്പെട്ടതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHG. Of 15 to 20 members from every low-income families are funded by NABARD. For that, SHG bank linkage program has emerged. NABARD initiated, set up joint liability groups, JLG, for the farmers and introduced Vikas Volunteer Vahini. ചോദിച്ചോളണം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിന് വേണ്ടി ഫാർമേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് വികാസ് വോളണ്ടിയർ വാഹിനി. അതാണ് JLG ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ ദ ഇയർ 1992, 1992 വികാസ് വോളണ്ടിയർ വാഹിനി അല്ലെങ്കിൽ JLG ഗ്രൂപ്പ് രൂപം കൊണ്ടിട്ടുള്ളത്. ദിസ് പ്രോഗ്രാം വാസ് റീനെയിംഡ് ആസ് ഫാർമേഴ്സ് ക്ലബ് പ്രോഗ്രാം ഇൻ ദ ഇയർ 2005. അതിനെയാണ് ഫാർമേഴ്സ് ക്ലബിനെയാണ് മാറ്റിയിട്ട് ഇപ്പൊ എന്തായിരിക്കുന്നത്, JLG പ്രോഗ്രാമായി മാറിയിരിക്കുന്നത്. JLG വികാസ് വോളണ്ടിയർ വാഹിനി, JLG ഗ്രൂപ്പ്സ്, അതേപോലെ തന്നെ ഫാർമേഴ്സ് ക്ലബ് പ്രോഗ്രാം. ഇത്രയുമാണ് ഇതിന്റെ
കാര്യമുള്ളത്. ഇനി നബാർഡ് ആക്ട് 1881 ഡിഫൈൻസ് സെക്ഷൻ 2F ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നബാർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 2F. നോക്കിക്കൊള്ളണം, പണി വരുന്നത് അവിടെയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ N, പ്രൈമറി റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി. സെക്ഷൻ 2 സബ്സെക്ഷൻ D, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 2 സബ്സെക്ഷൻ U, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 2 സബ്സെക്ഷൻ V, 5 V ആണ്, സ്റ്റേറ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ് നബാർഡ്. ഇപ്പൊ അതിന്റെ പേര് മാറിയാന്നറിയാമല്ലോ, കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് മാറിയിട്ടുണ്ട്. നബാർഡ് ആക്ട് ടു കോപ്പറേറ്റീവ്സ്. സെക്ഷൻ 35(6) of the BR Act empowers NABARD to conduct the inspection of state cooperative banks, central cooperative banks and RRBs, regional rural banks. In addition to NABARD has also been conducting periodic inspection of state level cooperative institutions such as state cooperative, agriculture and rural development banks, Apex Weaver Societies, Marketing Federation. Periodic discussions are held with Apex Bank, RCS, state government, etc. Registrar of Cooperative Societies ആണ് RCS. ഒരുപാട് പേര് കയറിയിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഈ പരിപാടി നല്ല പരിപാടിയല്ല. ഈ ക്ലാസ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഫീസ് അടച്ചവരാണ്, നിങ്ങൾ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് പേര് കയറുന്നു ഇറങ്ങുന്നു, എന്ത് പരിപാടിയാ? ബോർഡ് ഓഫ് സൂപ്പർവിഷൻ 36 പേര് വരെ കയറിയിട്ട് ഇപ്പൊ 30 ഇറങ്ങിപ്പോയി. അണ്ടർ സെക്ഷൻ 13 subsection 3 of the NABARD Act, Board of Supervision for Service Cooperative Banks, District Cooperative Banks has been constituted by NABARD. The Board of Supervision reviews periodically the financial position of cooperative banks. NABARD conducted various training programs to cooperatives for submission and processing of various returns. As per the supervision, NABARD introduced off-site surveillance as a part of inspection. ചോദ്യങ്ങൾ വരാം. Its objectives are to be obtained and analysis critical data on a continuous basis. NABARD conducted on-site inspection on the banks periodically. Periodically. ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടില് നബാർഡ് ആക്ടും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യം വരുന്ന നിങ്ങളുടെ സിലബസിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടും അതേപോലെ തന്നെ നബാർഡ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഈ ചോദ്യങ്ങളുടെ ഇതിന്റെ എല്ലാ ചോദ്യങ്ങളും മിക്കവാറും ഞങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനറൽ ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിനകത്ത് ഞങ്ങളിത് വരും. ഈ നോട്ട് എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാവാത്തുണ്ടോ ഏതെങ്കിലും? അതേ കണ്ടിന്യൂ ചെയ്ത് പോകാമോ? നിങ്ങളുടെ മറുപടി കിട്ടിയാൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാം. കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായല്ലോ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തത് ബാങ്കർ ആൻഡ് എ കസ്റ്റമർ എന്നുള്ള പോർഷൻസിലെ സിലബസിലെ
പോർഷൻസ് ആണ് ഇതിനകത്ത് ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. ബാങ്കർ ആൻഡ് കസ്റ്റമർ, ബാങ്കിങ് ഡെഫിനിഷൻ, accepting for the purpose of lending, investment of deposits of money from the public, repayable demand or otherwise, and withdrawal by check, draft or otherwise. The Banking Regulation Act 1949. ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 5B നോട്ട് ചെയ്തോളണം. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 5B സബ്സെക്ഷൻ ബി ആണ് ബാങ്കിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ബാങ്കർ ആൻഡ് കസ്റ്റമർ എന്നുള്ള കോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഡിപ്പോസിറ്റ്സ് ആർ ദ മെയിൻ റിസോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. Banks render various services to depositors and borrowers. Banks undertake other auxiliary services. അതാണ് ബാങ്കിന്റെ ഡെഫിനിഷനകത്ത് പറയുന്നത്. അവിടെ ഡെഫിനിഷൻ ആയിരിക്കാം ചിലപ്പം പൂരിപ്പിക്കാൻ ചോദിക്കുന്നത്, ഹിലിന്റെ ബാങ്ക്സ് ചോദിക്കുന്നത്. അവിടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഇൻ വിച്ച് സെക്ഷൻ ഇൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1947 ഡിഫൈൻ ബാങ്കിങ്. Bank, banker, banking. No company other than the banking company shall use as part of its name by any word banker, banking. Section 7 of Banking Regulation Act 1947. ഞാൻ നേരത്തെ ബാങ്കർ ബാങ്കിങ് സെക്ഷൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറഞ്ഞു തന്നപ്പോ അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. Who is a customer? A person or entity who maintains an account and or has business relationship with the bank, called customer. അവിടെ പൂരിപ്പിക്കുക, അവിടെ fill in the blanks ചോദിക്കുന്നതാണ്. A person or entity who maintains an account and or business relationship with the bank is called dash. The relation between customer and a banker is primarily than creditor and debtor. നോട്ട് ചെയ്തോളണം. The relation between customer and a banker is primarily that of creditor and debtor. In deposit accounts, depositor is the creditor. ബാങ്കറെ സംബന്ധിച്ചിടത്തോളം ഡെറ്റർ ആണ്. അവിടെ ശ്രദ്ധിച്ചോളണം. അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്പോസിറ്റർ ക്രെഡിറ്ററും ബാങ്കർ ഡെറ്ററുമായിരിക്കണം. ലോണിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കർ ക്രെഡിറ്ററും ലോണി ഡെറ്ററുമാണ്, കസ്റ്റമർ ഡെറ്ററുമാണ്. When a loan against pledge or gold, when a banker doing agency work, check collection, etc., banker is an agent, customer is the principal. അവിടെ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി വേണം പോകാൻ. നമ്മൾ എത്ര എഴുതിയാലും അതിനകത്ത് ഏത് വരിയും ചോദിക്കാം. In a loan against the pledge of gold ornaments, banker is pledgee, customer is the pledger. ചോദ്യം വന്നിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കാനുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. The loans against the pledge or gold ornaments, banker is the pledgee, customer is the pledger. അവിടെ രണ്ടും പൂരിപ്പിക്കാൻ ചോദിക്കാമല്ലോ, അതുകൊണ്ട് നോട്ട് ചെയ്തോളണം. സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കർ ലെസ്സറും കസ്റ്റമർ ലെസ്സിയുമാണ്. ഓർമ്മിച്ചോളണം. അവിടെ സെക്ഷൻ Secrecy of account section 13 and
13 of the Banking Companies Act of 1979 should be maintained. Disclosure of information of permitted to the following cases. Section 131 Income Tax Act 1961, Section 133, Section 285. Note ചെയ്തോളണം. അവിടെ ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഇൻകം ടാക്സിനകത്ത് ഈ ചോദ്യം കയറി വരാം. Section 131 of the Income Tax Act of 1961, Section 133, Section 285 ഈ ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ പെർമിറ്റഡ് ഇൻ ദി ഫോളോയിങ് കേസസ് കാര്യം പറയുന്നത്. By order of the court as per the Banker Book Evidence Act 1891, under Reserve Bank of India Act 1934, Credit Information Act of RBI, under Banking Regulation Act 1949, Section 26, Unclaimed Balance Account. നേരത്തെ ഞാൻ സെക്ഷൻ 26 അത് പറഞ്ഞതാണ്. അടുത്തത് disclosure to police under Section 94, Subsection 3 of the Criminal Procedure Code. ഇത് ഈ നിയമം അനുസരിച്ചാണ് ഈ രേഖകള് നമ്മൾ കൊടുക്കുന്നത്. സജന ശ്രീനിവാസൻ മൈക്കോണാണ് ഓഫാക്കി. ആരോ മൈക്കോണാക്കി ഓഫാക്കി. അടുത്തത് as per the Right of Information Act 2005, Section 8 of information relates to the personal information and disclosure which has no relationship to any public activity is exempted. Banks are commercial organizations and do not fall in the category of public authority. അവിടെ ചോദ്യങ്ങൾ ഓർക്കാം. For banks on legal protection, disclosure permitted by the bankers' practices and usages. The banker is liable to the customer for damages if the information regarding his account is disclosed other than the above situations. ഈ കണ്ടീഷൻസിലാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സീക്രസി ഓഫ് അക്കൗണ്ട് സെക്ഷൻ 13 of the Banking Companies Act, acquisition of transfer of undertaking 1970 should be maintained. ഈ ആക്ട് പ്രകാരമാണ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് സെക്ഷൻ 80 should be maintained. ഈ കണ്ടീഷൻസ് അതിനകത്തൊക്കെ വരും. ഈ കണ്ടീഷൻസ് നോക്കി വെച്ചോളുക. ചിലപ്പോ ബാങ്കർ ആൻഡ് കസ്റ്റമർ ബാങ്കിങ്ങിനകത്ത് ഈ ചോദ്യങ്ങൾ ഉണ്ടാവാം. ബാങ്കേഴ്സ് ജനറലി Section 171 of Indian Contract Act 1872 അതിലാണ് ബാങ്കേഴ്സിന്റെ ജനറൽ ലീനിനെ കുറിച്ച് പറയുന്നത്. Section 171 of the Indian Contract Act 1872. ഇന്ത്യൻ 72 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് കോൺട്രാക്ട് എന്ന് ചോദിക്കും. കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അവിടെ ചോദിക്കും ദാറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അവിടെ ചോദ്യം ചോദിക്കും. ആ ചോദ്യം ഉണ്ടാവുക. സെക്ഷൻ 171 of the Indian Contract Act. Right to the creditor to retain the goods and securities owned by the debtor until the debt due from him is repaid. Right of the creditor to retain the goods and securities owned by the debtor. ബാങ്കറുടെ റൈറ്റാ പറയുന്നത്, ബാങ്കിന്റെ ജനറൽ ലീനാ പറയുന്നത്. അതായത് ക്രെഡിറ്റർ അവര് ജാമ്യമായി തന്നിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാന് ഓൺഡ് ബൈ ദി ഡെറ്റർ അണ്ടിൽ ദി ഡെറ്റ് ഡ്യൂ ഫ്രം ഹിം ഈസ് പ്രീപെയ്ഡ്. അയാളുടെ തീറ്റയിലേക്ക് അയക്കാതെ നിൽക്കുന്ന സാധനങ്ങളെ അയാൾക്ക് ബാങ്കർക്ക് ഈടാക്കിയെടുക്കാനുള്ളതാണ് ബാങ്കിന്റെ ജനറൽ ലീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്, ഓൺലി എ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ്. റൈറ്റ് ടു സെറ്റ് ഓഫ്. നോട്ടീസ് ഇസ് എ മസ്റ്റ്. ഏത് കാര്യത്തിലും നോട്ടീസ് നിർബന്ധമാണ്. അടുത്തത് ധാരാ മൈക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഷാജി മോൻ ടി. മൈക്ക് ഓൺ ആകുമ്പോൾ ഇൻട്രൊഡക്ഷൻ വരുവേ. ഷാജി മോൻ ടി മൈക്ക് ഓഫ് ചെയ്യോ.
Hello? Okay. Account should be in the same name. അതായത് ലോൺ അക്കൗണ്ടും എസ് ബി അക്കൗണ്ടും ഏത് അക്കൗണ്ട് ആയിരുന്നാലും അതെന്തായിരിക്കണം? സെയിം നെയിമിലായിരിക്കണം. ലോൺ അക്കൗണ്ട് അജിത് കുമാർ എന്നും മറ്റേ ഡെപ്പോസിറ്റ് അക്കൗണ്ട് അജിത്ത് എന്നും പാടില്ല. അതാണ് അവരുടെ ജനറൽ ഇതിനകത്ത് അവർ പറയുന്നത്. അക്കൗണ്ട്സ് ഓപ്പണിംഗ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബാങ്കർ ആൻഡ് എ കസ്റ്റമർ. Introduction is necessary. Election ID card, PAN card, passport, driving license, proof to show present address, photo. അടുത്തത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്. Various type of customers, deposits, individuals, personal, joint accounts, minimum 2, maximum 20. അവിടെ മാർക്ക് ചെയ്തോളണം. അവിടെ എപ്പോഴും ചോദിക്കും ജോയിന്റ് അക്കൗണ്ടിൽ മിനിമം 2 പേരും മാക്സിമം 20 പേരുവേ പാടുള്ളൂ. either or survivor, former or a survivor. മൂന്ന് ഇല്ലിറ്ററേറ്റ്സ്. ആരൊക്കെയാണ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്? ഇൻഡിവിജ്വൽസ്, ജോയിന്റ് അക്കൗണ്ട്, അതിൽ ഐദർ ഓർ സർവൈവർ ഓർ ഫോർമർ ഓർ സർവൈവർ. ഇല്ലിറ്ററേറ്റ്സ്, ബ്ലൈൻഡ് ഡംബ് പേഴ്സൺസ്, മൈനേഴ്സ്, നോട്ട് കംപ്ലീറ്റഡ് 18 years, minor account operated by the minor loan. Conditions for minor accounts opening 10 years and above. അവിടെ മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ള കണ്ടീഷൻസിൽ മൈനർക്ക് 10 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം. അവിടെ മാർക്ക് ചെയ്തോളം ചോദ്യം ഉണ്ടാവും. സ്റ്റഡി ആൻഡ് യൂണിഫോം സിഗ്നേച്ചർ. ഒപ്പിടുന്നത് സ്റ്റഡിയും യൂണിഫോം സിഗ്നേച്ചറും ആയിരിക്കണം. 10 ഒപ്പിടുമ്പം 12 ഒപ്പായി പോകരുത് മൈനറെ സംബന്ധിച്ചിടത്തോളം. അണ്ടർസ്റ്റാൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ. അക്കൗണ്ട്സ് ഓഫ് മൈനേഴ്സ് ഓപ്പറേറ്റഡ് ബൈ ദി ഗാർഡിയൻ. ഫാദർ, മദർ ഈസ് ദി നാച്ചുറൽ ഗാർഡിയൻ. Court appointed guardian. Others, grandfather, grandmother. Restriction as to maximum deposit of minor in the accounts imposed by the bank. Lunatics, drunken person. Insolvent, accounts opened under power of attorney, principal and agent. അവിടെ പറയുന്നുണ്ട് sole proprietorship, trust, executor or will, administrator, club, associates and societies. Partnership homes, minimum number of partners 2, maximum number 20. The partnership account open ചെയ്യുന്നതിന്റെ മിനിമവും മാക്സിമവും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ജോയിന്റ് അക്കൗണ്ട്സിൽ മിനിമം 2, മാക്സിമം 20. അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിലും ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് എ ബാങ്കിങ് ഫേം, മാക്സിമം നമ്പർ ഈസ് 10. ബാങ്കിങ് ഫേം ആണെങ്കിൽ 10 പേരിൽ കൂടാൻ പാടില്ല. കമ്പനി അക്കൗണ്ട്സ്, പബ്ലിക് കമ്പനി, ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 7, മാക്സിമം ലിമിറ്റ് ഇല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ മിനിമം നമ്പർ മാക്സിമം 50. ഇഫ് ഇറ്റ് ഈസ് എ ബാങ്കിങ് കമ്പനി, മാക്സിമം 20. 18ാമത്തത് ഗവൺമെന്റ് അക്കൗണ്ട്സ്. ഇത്രയുമാണ് ഏതൊക്കെ കസ്റ്റമർ ആണ് നേരത്തെ വേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ ക്രൈറ്റീരിയമാണ് ഈ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോമിനേഷൻ ഫെസിലിറ്റി. ഇവിടെ 2-3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 45(ZA) describes nomination facility. ആ നോട്ട് ചെയ്തോളണം. നോമിനേഷൻ ഫെസിലിറ്റി പറഞ്ഞിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻ 45(ZA)യിലാണ് നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബാങ്കിൽ നമ്മുടെ FDക്ക് നോമിനേഷൻ പറയുമ്പോൾ ആ ഫോമിനകത്ത് എഴുതിയിട്ടുണ്ട് 45(ZA) ആസ് പെർ സെക്ഷൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നോമിനേഷൻ പെർമിറ്റഡ് accepted in personal accounts only. സിംഗിൾ ജോയിന്റ് അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ മാത്രമേ
നോമിനേഷൻ ഫെസിലിറ്റി പറഞ്ഞിട്ടുള്ളൂ. പെർമിറ്റഡ് ഓൺലി ദ നോമിനേഷൻ ഫോർ ഓൺ അക്കൗണ്ട്, ഓൺലി വൺ നോമിനേഷൻ ഫോർ ഓൺ അക്കൗണ്ട്. ഇപ്പോ ഹൈക്കോടതി വിധി, സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അത് ഒരു അക്കൗണ്ടിൽ തന്നെ വിവിധ നോമിനികളാകാം. പക്ഷെ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ നിയമമായി വരാത്തത് കൊണ്ട് അത് ആ കോടതി വിധി അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ കോടതി വിധിയാണ് പ്രാബല്യം. പക്ഷെ അത് കോപ്പറേറ്റീവ് ബാങ്കേഴ്സ് ഒന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. സഹകരണ നിയമം മാറിയാൽ മാത്രമേ അത് മാറൂ. അതുകൊണ്ട് അത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ബാധകം. അതായത് ഒരു FD 2 നോമിനേഷൻ പാടില്ല. ഇപ്പോൾ 1 ലക്ഷം രൂപ 2 പേർ നോമിനേഷൻ വെക്കുകയാണെങ്കിൽ തുല്യമായി 50-50 വീതം 2 അക്കൗണ്ട് ഇട്ട ശേഷം അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കാം. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ചെറിയ കുരുക്ക് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്ന് കയറും. അതുകൊണ്ടാണ് ഇത് വ്യക്തമായി പറയുന്നത്. ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ടുഗദർ ടു നോമിനി, വൺ പേഴ്സൺ ആസ് നോമിനി. Nomination can be made only in the name of an individual, not in the name of societies, clubs and institutions, etc. വ്യക്തമാണ്. നോമിനേഷൻ can be made only in the name of an dash, individual, society or clubs എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഡിവിജ്വൽസ്. A minor can be a nominee. In such cases, a major person named the address should be also registered to receive the money on behalf of the minor in the case of a death or deposit during the nominee's minority. A minor can also nominate. Disbursement money to nominee. Claims simultaneously by nominee and legal heirs to whom make the payment. അവിടെ നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ലീഗൽ ഡെത്ത്, ജനറൽ മാറ്റേഴ്സ്. A person whereabouts not known for 7 years, he is presumed to be dead. Section 180 of Indian Evidence Act ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ലീഗൽ ഡെത്ത്. A person whereabouts not known for 7 years, he is presumed to be dead. Section 108 of the Indian Evidence Act. 7 വർഷം കാണാതായാൽ അയാൾ മരിച്ചതായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് ആ മരിച്ചതായി കണക്കാക്കുന്ന ആളുകളുടെ ക്ലെയിമുകൾ എങ്ങനെയാണോ അതേപോലെ അത് കൈകാര്യം ചെയ്യണം. ഇൻട്രസ്റ്റ് fixed deposit minimum period 7 days for the commercial bank, 15 days for district cooperative bank and UCBs and PACs. Fixed deposit കാലാവധിയാ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം പീരിയഡ് 10 വർഷം. Recurrent deposit interest quarterly. Premature closure of fixed deposit procedure. Repayment of fixed deposit. Repay the fixed deposit with the principal and interest together rupees 20,000 or more amount pay check only or credit SB account the same depositor. Section 269T of the Income Tax Act 1961. അത് നോട്ട് ചെയ്തോളണം. ഇൻകം ടാക്സ് ആക്ടിലെ 1961 പറയുന്നത് എന്താണ്? Repay of the fixed deposit with the principal and interest together is rupees 20,000 or more. 20,000 അതിൽ കൂടുതലോ വരികയാണെങ്കിൽ അയാൾക്ക് ചെക്കോ മുഖേനയോ SB അക്കൗണ്ട് മുഖേനയോ കൊടുക്കാവൂ എന്ന് ഇൻകം ടാക്സ് ആക്ട് 269T വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നോട്ട് ചെയ്തോളണം. ചോദിക്കാം, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സെക്ഷൻ ചോദിച്ചിട്ടുണ്ട് അവിടെ. The tax reduction at TDS for interest on term deposit exceed 10,000 in the financial year. Section 194 of the Income Tax Act. അത് നോട്ട് ചെയ്തോളണം. ഇൻകം ടാക്സ് ആക്ടിൽ പഠിപ്പിക്കും, എന്നാലും ഈ ബാങ്ക് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഇത് വെച്ച് നിങ്ങൾ അത് നോക്കിക്കൊള്ളണം. ഇൻകം ടാക്സും GST പഠിപ്പിക്കുന്ന ആളത് ആ സാറത് പഠിപ്പിക്കും. പക്ഷെ എന്നാലും നിങ്ങളിത് കിട്ടിയ സ്ഥിതിക്ക് അത് നോട്ട് ചെയ്ത് വെച്ചോളണം. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ലിമിറ്റ് ഇപ്പോഴും 10,000 തന്നെയാണോ? അതെ, ലിമിറ്റ് മാറിയിട്ടില്ലല്ലോ.
ഉയർത്തിയിട്ടില്ല. ഇപ്പൊ 10,000 തന്നെയാണ്, ഇപ്പോൾ ലിമിറ്റ് അത് തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട് 4% കാൽക്കുലേറ്റ്. ഷനൂജ് മൈക്ക് ഓഫ്. അത് മൈക്ക് ഓൺ ആകുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് വരും, ഇവിടുത്തെ സ്പീക്കർ സൗണ്ട് കൂടും. മാക്സിമം പീരിയഡ് ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട് 4% കാൽക്കുലേറ്റ് ഓൺലി ഡെയിലി പ്രോഡക്റ്റ് ബേസിസ്. 4% തന്നെ, അതിൽ മാറ്റം വന്നിട്ടില്ല. സീറോ ബാലൻസ് ഓർ നിൽ ഫ്രീ അക്കൗണ്ട്, ബ്രോഡ് ബേസ് അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ്, ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്സ്. അവിടെ ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളിൽ 2-3 ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നോട്ട് ചെയ്തോളൂ. നോ ഓപ്പറേഷൻസ് ഫോർ 2 years കണ്ടിന്യൂസ്ലി. അവിടെ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴാണ് എന്ത് പറയുന്നുണ്ട്, ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്സ് കണക്കാക്കുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, അൺക്ലെയിംഡ് ബാലൻസ് അക്കൗണ്ട്, 10 years ഇനോപ്പറേറ്റീവ് റിപ്പോർട്ട് ടു RBI സെക്ഷൻ 26 ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ബാങ്ക് റെഗുലേഷൻ ആക്ടില് 10 വർഷത്തിൽ കൂടുതൽ ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് വരുന്നവരുടെ സ്റ്റേറ്റ്മെന്റുകൾ RBIക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇൻഷുറൻസ് കവർ ഫോർ ഡെപ്പോസിറ്റ്സ്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. Guarantee is available on individual deposit up to 1 lakh as per bank depositor. Guarantee fee ₹10 PS per 100. Payment half yearly. Inoperative accounts ആണ് ആ കണ്ടീഷൻസ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഗാർണിഷി ഓർഡർ, അതായത് കോർട്ട് അറ്റാച്ച്മെന്റ് ഓർഡർ ആണ് ഗാർണിഷി ഓർഡറിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഗാർണിഷി ഓർഡർ? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഗാർണിഷി ഓർഡറിനെ കുറിച്ച്. Under section 60 of the Civil Procedure Code, attaches the sums of the hands of the judgment debtor. Creditor can get to the attachment order attaching the balance in the deposit account judgment debtor. Section 60 of the Civil Procedure CPC. അത് വ്യക്തമായി ശ്രദ്ധിച്ചോളാം. ഗാർണിഷി ഓർഡർ ഒരുപാട് പ്രാവശ്യം എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. The bank is referred to as a garnishee. അറ്റാച്ച്മെന്റ് ഓർഡർ, റവന്യൂ അറ്റാച്ച്മെന്റ്. ഇവിടെ എല്ലാ ചോദ്യങ്ങളും സാധാരണ വന്നിട്ടില്ല. ഇവിടെ കുറെ നോട്ട്സുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അടുത്തത്. അതിൽ ആ നോട്ട്സിനകത്തുള്ളതാണ്. ആ നോട്ട്സിൽ അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ നോട്ട്സ് അങ്ങനെ ഇട്ടേക്കുന്നത്. ആക്സസ് ടു ദ ബാലൻസ് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്, അക്കൗണ്ട്സ് വിത്ത് സർവൈവർ നോമിനി ക്ലാസ്, അത് കുറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസ് നിങ്ങളിത് വായിച്ചു നോക്കിയിട്ട് അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമേ, അതായത് ഇവിടെ നിന്ന് ഏത് വരിയും ചോദിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ ഞാനത് ഇട്ടേക്കുന്നത്. അക്കൗണ്ട്സ് വിത്ത് സർവൈവർ നോമിനി ക്ലാസ്, സർവൈവർ നോമിനി ക്ലാസ് ഇല്ലാത്തവർക്ക് എന്ത് കണ്ടീഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അക്കൗണ്ട്സ് വിത്ത് സർവൈവർ നോമിനി ക്ലാസ്, സർവൈവർ നോമിനി ക്ലാസ് ഉള്ളവരുടെ അക്കൗണ്ടുകൾ എങ്ങനെ ഡീൽ ചെയ്യണം. അവിടെ ഡിസിഷന് ഡെപ്പോസിറ്ററുടെ നോമിനിക്ക് കൊടുക്കുന്നതിന്റെ കണ്ടീഷൻസ് ആണ് അവർ പറയുന്നത്. അതിൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. കോർട്ട് ഓർഡർ ഉണ്ടാവാം, അങ്ങനെയുള്ള ഓർഡറുകളെല്ലാം ഉണ്ടാവാം. മൂന്നാമത്തത് ഇതില്ലാത്തത് സർവൈവർ നോമിനി ക്ലാസ്, പ്രീമച്വർ ടെർമിനേഷൻ ഓഫ് ദ ലോൺ ടേം ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്, അതിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ നോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അത് ബാങ്കിന്റെ പുസ്തകത്തിനകത്ത് എല്ലാം കൂടെ കിടന്ന് വായിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നോട്ട്സ് കൊടുത്ത നോട്ട്സിന് ഞങ്ങളത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഇട്ടേക്കുന്നതാണ്. നോട്ട്സ് ബുക്കിലുള്ളതാണിത്. അവിടെ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഫ്ലോസ് ഓഫ് ദ നെയിം ഓഫ് ദ ഡിസീസ്ഡ് ഡെപ്പോസിറ്റർ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാകും. ആക്സസ് ടു ദ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, സേഫ് കസ്റ്റഡി ആർട്ടിക്കിൾസ്, ടൈം ലിമിറ്റ് ഓർ സെറ്റിൽമെന്റ് ക്ലെയിംസ്. അവിടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്നതിനുള്ള ടൈം ലിമിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നോട്ട് എക്സീഡിംഗ് 15 days, 15 ദിവസത്തിനകത്ത് ക്ലെയിം സെറ്റിൽ ചെയ്യണമെന്നാണ്
പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊവിഷൻസ് ഓഫ് ദി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 in this connection, attention to also to the provisions of section 45ZA, 45ZF, read with section 57 of the Banking Regulation Act 49, the Cooperative Banks Nominations Rule 1985. അത് അവിടെ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രൊവിഷൻസ് ഓഫ് ദി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949. In this connection, the attention is also invalid to the provisions of the section 45ZA. 45ZA എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും എന്താണ് ഈ 45ZA കുറിച്ച് പറയുന്നത്. ആരെങ്കിലും പറയൂ, കേട്ടവര്? നോമിനേഷൻ സർ. ഓ, നോമിനേഷൻ. Okay, thank you. To 40ZF, read the section 56 of the Banking Regulation Act 49 and the Cooperative Banks. Customer guidance and publicity. അത് banks are advised to give the wide publicity and provides the guidance to deposits account holders. Benefits of the nomination facility and the survivorship clause. Illustratively, it should be highlighted the public material that even the death of a joint account holders, the right to deposit proceeds does not automatically develop the surviving the joint deposit account holder unless the survivors clause. അത് കസ്റ്റമർ ഗൈഡൻസ് ആൻഡ് പബ്ലിസിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് സെറ്റിൽമെന്റ് ഓഫ് ക്ലാസ് ഇൻ റെസ്പെക്ട് ഓഫ് മിസ്സിംഗ് പേഴ്സൺ. ആ മിസ്സിംഗ് പേഴ്സന്റെ സെറ്റിൽമെന്റ് ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മിസ്സിംഗ് പേഴ്സണെ കുറിച്ച് ഡെത്തായി കണക്കാക്കുന്നത് എത്ര വർഷം കഴിയുമ്പോഴാണ്? പീരീഡ് എത്രയാണ്? 7 വർഷം. 7 വർഷം. ഓക്കെ. The settlement of claim in respect of missing person should be governed by the provisions of section of 107 of the Indian Evidence Act 1972. Section 70 deals with the perception of the continue. The section 128 deals with the perception that of the provisions of the 108 of the Indian Evidence Act. The presumption the death of can be raised only after the lapse of 7 years from the date of his hair reported or missing. As such, the nominee legal heirs have to raise an express perception the death of the subscriber under section 107 or 108 of the Indian Evidence Act before the competent court. ആ മിസ്സിംഗ് കേസിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷനെ ഒന്ന് നോട്ട് ചെയ്തോളണം. എപ്പോഴാണ് ഏത് വഴിയിൽ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നോട്ട് ചെയ്തോളണം. നോട്ട്സ് ഇട്ടിട്ടുണ്ട്, അത് നോട്ട് ചെയ്തോളണം. എന്തെങ്കിലും സ്പീഡ് കൂടുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഹലോ, ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് ഒരു ചെറിയ പേടി തോന്നുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ. അപ്പൊ വേറെ കാര്യം ചെയ്യാം, ഇന്ന് വരെയുള്ള നമുക്കിവിടെ നിർത്തിയിട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഞാൻ അടുത്ത ദിവസത്തേക്ക് എടുക്കാം. അത് മതിയല്ലോ. ഈ നോട്ട്സ് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പൊ ഇട്ടേക്കുകയാണ്. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഈ നോട്ട്സ് ഞാൻ പൂർണ്ണമായി ഇട്ടേക്കുകയാണ്. ഇതൊരു തലപെരുപ്പുള്ള സാധനമാണ് എന്ന് എനിക്കും കൂടെ തോന്നുന്നുണ്ട്. സാറേ, ബാങ്കിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാകത്തില്ല സാറേ. ഇത് പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലേ ഇന്ന് എല്ലാം കൂടി ഒറ്റടിക്ക് കേട്ടപ്പോ ഒരു പേടി തോന്നുന്നത്. മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനത് ആ ഒരു അല്ല, ഇതിൽ നിങ്ങൾ വേറെ കാര്യമില്ല. നിങ്ങൾ ആ നോട്ട്സിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾ നോട്ട്സ് ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഈ നോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ 2 നോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ കയറി നോക്കിക്കൊണ്ടാ മതി. എൻഡോഴ്സ്മെന്റ് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ സിമ്പിൾ ആയി നോക്കിയാൽ മതി.
അത് 3 എൻഡോഴ്സ്മെന്റിനെ കുറിച്ചേ പറയുന്നുള്ളൂ. ആ നോട്ട്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അത് വ്യക്തമായി സെക്ഷൻ ഉൾപ്പെടെ ആ നോട്ട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നോട്ട്സ് എടുത്ത് നോക്കുമ്പോൾ അറിയാം. ആ ചെക്കിന്റെ കാര്യങ്ങളിൽ ആ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ മതി. പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ. സർ ആ സർ ഞാനൊരു റിക്വസ്റ്റ് പറയട്ടെ സർ. ഈ നോട്ട്സ് ആദ്യം കിട്ടുകയാണെങ്കിൽ സർ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് പോവായിരുന്നു. അതങ്ങനെ എനിക്ക് ദ്വാരേന വന്നു. പക്ഷെ ഞാൻ നോട്ട്സ് ഇപ്പൊ ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ട്. നാളെ മുതൽ ഞങ്ങൾ അങ്ങനെ ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. ഓക്കെ, നാളത്തെ ക്ലാസ് മുതൽ ഞങ്ങൾ അങ്ങനെയുള്ള ഇടാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ മറ്റേ എന്താ ചെയ്ത് ഇതിങ്ങനെ കുറെ കാണുമ്പോ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോ കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതില് ഞാനൊരു കുറ്റം പറഞ്ഞല്ല, ഓരോ വരിയും ഈ എടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നോട്ട്സ് ഇത്ര ബ്രീഫായിട്ട് എഴുതിയിട്ട് അതിനകത്ത് ഞങ്ങൾ ഇത്ര മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ട് നമുക്ക് ഏത് വരിയും എടുത്ത് ചോദിക്കാം. ഈ ബാങ്ക് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകളിൽ ജീവനക്കാർ ഇത് പഠിക്കണം എന്ന് നിർബന്ധമായും രജിസ്ട്രാറുടെ നിർദ്ദേശം ഉള്ളത് കൊണ്ട് അവരിത് പഠിക്കാൻ വേണ്ടിയാണ് അവർ ഈ കുരുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ഇടുന്നെന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. കാര്യം നല്ല പോലെ വായിച്ചു പോയി എഴുതി വെക്കൂ. നല്ല ഒരു ഡിഗ്രിയുടെ ഒരു സബ്ജക്ട് പഠിക്കുന്നത് പോലെ പഠിച്ചു പോയി എഴുതിയോളൂ. PSC പരീക്ഷ പഠിക്കും പോലെ പഠിച്ചു പോയി വെക്കൂ. പലരും ഇത് ഈസിയായി കണ്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയവർ ഈ ഗ്രൂപ്പിലുണ്ട്. അവർക്കിതറിയാം, എന്താണ് അവർക്ക് പറ്റിയതെന്നറിയാം. ഒരു വക വായിക്കാതെ പോയിരുന്ന് എഴുതിയതാണ്. ഈ ക്ലാസ് എടുക്കുന്ന ഞങ്ങൾക്ക് പോലും ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പം തന്നെ കയറി ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു. ഇങ്ങനെ വന്നാൽ എത്രത്തോളം ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? ഞങ്ങളിത് ബുദ്ധിമുട്ട് പറയുന്നതല്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഞങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോയിട്ടും ഒരു 4 പേര് ഇറങ്ങിപ്പോകുന്നില്ല. അപ്പൊ മനസ്സിലാക്കി എന്താണ്? ഇത് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെയോ പോയിക്കുക. അതല്ലേ ശരി? അപ്പൊ നമുക്കിത് കാണുന്നതാ. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് കുറ്റം പറയുകയല്ല. ഞങ്ങളത് നിങ്ങളിൽ നിന്നൊരു കോൺട്രാക്ട് എടുത്തേക്കാണ്, ഒരു ഒബ്ലിഗേഷൻ എടുത്തേക്കാണ്. നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാം എന്നുള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻസ് ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വിഷമം 45 പേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണ്. 45 പേര്, 13 പേരും ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നറിയാമോ? ഇത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് എല്ലാ ക്ലാസ് ഞങ്ങളിത് പറയുന്നതാണല്ലോ, ഞങ്ങൾക്കിത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയല്ല. ജൂൺ ജൂലൈയിൽ എക്സാം ഉണ്ടാവും, ഉറപ്പാ. കാര്യം ഈ 30 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ 3-5 ക്ലാസ് കൊണ്ട് ഈ ബാക്കി സബ്ജക്റ്റുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കണം, മോഡൽ എക്സാം എഴുതിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. ഈ ആഴ്ച മൊത്തം പോയി. ഇനി അടുത്ത ആഴ്ച തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഫുള്ള് ക്ലാസ്സാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? സാറേ, ഞങ്ങൾക്ക് ഈവനിങ് ഷിഫ്റ്റിലുള്ള ദിവസമൊന്നും കയറാൻ പറ്റില്ല സാറേ. അതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള നൈറ്റ് ബാച്ചുള്ള ബാങ്കുകൾ ഉള്ളവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ഞങ്ങൾ അതിനുള്ള നോട്ട്സിലിട്ട് നിങ്ങൾ നോട്ട്സ് വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി പറഞ്ഞുതരാം. എന്നാലും ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ തിങ്കള്, ചൊവ്വ, ബുധൻ, വ്യാഴം തിങ്കളാഴ്ച ലോയുടെ ക്ലാസ്, കണ്ടിന്യൂഷൻ ലോയുടെ ക്ലാസ് രാജസാർ ഉണ്ടാവും. ഞായറാഴ്ച നാളെ അവധിയാണ്, കിട്ടില്ല. ചൊവ്വാഴ്ച അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ക്ലാസ് ഉണ്ടാവും. ബുധനാഴ്ച പുതിയ ആള് കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ കയറുന്നുണ്ട്. വ്യാഴാഴ്ച ഈ കസ്റ്റമർ ആൻഡ് ബാങ്കിന്റെ കണ്ടിന്യൂഷനും ബാങ്കിങ്ങിന്റെ കണ്ടിന്യൂഷനും ഞാൻ എടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാജസാർ വീണ്ടും ലോയിലേക്ക് കയറുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്ത ആഴ്ച 2 ആഴ്ച, അടുത്ത ആഴ്ച ഫുൾ കണ്ടിന്യൂഷൻ ആണ്. ഈ ആഴ്ചത്തെ 4 ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ സഹകരിക്കും എന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ പറഞ്ഞത്. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുകച്ചിൽ പോലെ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചെറിയ പേടിയും തോന്നുന്നുണ്ട്. ആണോ? അതെ, അത് പേടിക്കണ്ട. നിങ്ങൾ ഈ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവും.
അതില് ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ ആ സെക്ഷനുകളൊക്കെ നിങ്ങൾ ഒന്ന് ബൈഹാർട്ട് ആക്കിക്കൊണ്ട് പോയി തുണ്ട് വെച്ച് അതുകൊണ്ട് കയറിക്കളയരുത്. അത് അത്ര ഷോർട്ടായിട്ട് ഞങ്ങൾ ഇട്ടേക്കുക നോട്ട്. ഈ അങ്ങോട്ടുള്ള എന്റെ ബാങ്കിങ്ങിന്റെ നോട്ട്സുകൾ പോലും ഷോർട്ടാ. അവിടെയൊക്കെ ചെറുതായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. വരികൾ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയില്ല. ഈ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സിലബസിനകത്ത് ഇതെല്ലാം കസ്റ്റമർ ബാങ്കർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ കസ്റ്റമർ ബാങ്കർ എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്തും ചോദിക്കാം. അതുകൊണ്ടാണ് ഈ നോട്ട്സ് പൂർണ്ണമായി ഞങ്ങൾ ഈ കസ്റ്റമർ ബാങ്കറിന്റെ നോട്ട്സ് ഞങ്ങൾ തയ്യാറാക്കിയത് പൂർണ്ണമായിട്ടിട്ടത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഒന്നൊരു ചെറിയ ഒരു പെരുപ്പ് പോലെ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ബാങ്ക് അവസാനിപ്പിക്കുന്നു. ഇനി ലോൺസ് ആൻഡ് അഡ്വാൻസസിനെ കുറിച്ച് ക്ലാസ്സുകൾ നിങ്ങൾ ഈ നോട്ട്സ് നോക്കിയിട്ട് വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. അതിന് നിങ്ങൾ നോട്ട്സ് പ്രിന്റ് എടുത്ത് വായിക്കണം. നോട്ട്സ് പ്രിന്റ് എടുക്കുന്നുണ്ടോ? അതേ കമ്പ്യൂട്ടറിൽ വെച്ച് വായിക്കുന്നേ ഉള്ളോ? മൊബൈലിൽ വെച്ച് നോക്കുന്നേ ഉള്ളോ? ഓ, പ്രിന്റ് എടുത്താലേ ശരിയാകുള്ളൂ. പ്രിന്റ് എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട് സാർ. ആ, പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ഇത് ആവശ്യം വരുന്നതാ. പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്താലേ വെക്കും. അല്ലാതെ നിങ്ങളിത് വെച്ചിടുന്ന ഇത് പറ്റില്ല. കാര്യം അത് ഞങ്ങളിത് മനസ്സിലാവുന്നതുകൊണ്ടാണ്. നിങ്ങൾ മൊബൈലിൽ നോക്കുന്നത് നടക്കുന്നതല്ല. അത് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ ഫീഡ് ചെയ്തിട്ടേക്കുന്നതൊക്കെ ശരി, കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിൽ വായിച്ച് മനസ്സിലാവും. പക്ഷേ ഫിസിക്കലി നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ നല്ലതാണ്. അതിനകത്ത് പെന്നിട്ട് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗം ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അരുൺ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അരുൺ ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട് സാറേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം എന്ന് പറയുന്നത് അവര് തന്നെ ഒരു ചെറിയ പുകച്ചില് പോലെ തോന്നുന്നു. എല്ലാം കൂടെ കയറിയപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് മാക്സിമം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാങ്കർ കസ്റ്റമർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറയുമോ, ചോദിക്കുമോ? നോട്ട്സ് ഒന്ന് നന്നായിട്ട് വായിക്കട്ടെ സാറേ, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ. നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്താണ് എളുപ്പം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ പൂർണ്ണമായി സഹകരിക്കുക. കാര്യം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എക്സാം നടന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ നിന്ന് അറിഞ്ഞത് ജൂൺ ജൂലൈയിൽ നടക്കും. ജൂൺ ലാസ്റ്റോ ജൂലൈയിലോ ഇത് നടക്കും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അടുത്ത സെക്ഷന്റെ മറ്റേ ജൂനിയർ ക്ലർക്ക് ടെസ്റ്റ് എക്സാം നടക്കുന്നുണ്ട്. അവർക്ക് അതുമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു കാര്യവും കൂടി അവർക്ക് പറയുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്ര സീരിയസ് ആയി ഞങ്ങളെടുത്ത് ക്ലാസ്സുകൾ വേഗം കൊണ്ടുപോകുന്നത്. ഇനി നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ നടത്തണം. ഞങ്ങൾക്കൊരു 500-ഓളം ക്വസ്റ്റ്യൻസും ആൻസറും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഒരാഴ്ച തരണം. ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് കാണില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾക്കുണ്ട്. പഠിച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇതിന്റെ ഓൺലൈൻ ടെസ്റ്റ് ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. അതിനുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇത്രയും നേരം ഈ ക്ലാസ് നല്ലൊരു ശ്രദ്ധിച്ച് കേട്ടതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തിങ്കളാഴ്ച 7 മണിക്ക് ആരംഭിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? എന്താ സന്തോഷ്? ഓക്കെ, അപ്പോൾ ഇന്ന് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം നിങ്ങൾക്കത് 9 മണി വരെ പോകേണ്ടതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ക്ലാസ് നിർത്തുന്നത്. ഇത്രയും നേരം ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അരുൺ, ക്ലോസ് ചെയ്യാലോ? ഓക്കെ, താങ്ക് യു. ഓ, എന്താണ് പ്രിജിമോൾ എന്താ പറഞ്ഞേ? നാളെ ക്ലാസ് നാളെ ഇല്ല. നാളെ ഞായറാഴ്ച ഇല്ല. നാളെ ഞാൻ നോട്ടിട്ടുണ്ടല്ലോ. നാളെ മറ്റേ സൺഡേ ആയതുകൊണ്ട്, ഈസ്റ്റർ ആയതുകൊണ്ടാണ് തിങ്കളാഴ്ചയെ ക്ലാസ് ഉള്ളൂ. തിങ്കളാഴ്ച 7 മണിക്ക് ക്ലാസ് ഉണ്ടാവും. സിലബസ് ഒന്ന് PDF ഇടാൻ പറ്റുമോ സർ? ഗ്രൂപ്പിൽ സിലബസ് PDF ഇടണം. ഇട്ടുതരാം, തിങ്കളാഴ്ച ഇട്ടുതരാം.
താങ്ക് യു സർ. ഓക്കെ, തിങ്കളാഴ്ച PDF ഇട്ടുതരാം. സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഗൂഗിളിൽ കയറിയിട്ട് കേരള സർവീസ് എക്സാമിനേഷൻ ബോർഡ് കയറിയിട്ട് അവിടെ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സിലബസ് ചോദിച്ചിട്ടുണ്ട്. സിലബസിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ ഫോർ അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് നോട്ട്സ് ഇത് സിലബസ് കിട്ടും. ഗ്രൂപ്പിലിട്ട് തരാം. നിങ്ങൾ കഴിയുന്നത് എടുക്കാൻ നോക്കുക. പഴയ സിലബസ് തന്നെയല്ലേ? അതെനിക്ക് പഴയ സിലബസ് തന്നെ, പഴയ സിലബസ് തന്നെ. സിലബസ് മാറിയിട്ടില്ല. സിലബസ് മാറിയിട്ടില്ല. ഓക്കെ, നല്ല ശുഭരാത്രി നേരുന്നു. ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. തിങ്കളാഴ്ച വീണ്ടും കാണാം എന്ന് ഉറപ്പോടുകൂടി ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഉണ്ണികൃഷ്ണൻ, ക്ലാസ്സിൽ മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ